എൻ്റെ പൊന്ന് പറടി. ആ നീ പറ. ഓ ഇത്ര നേരം ഞാൻ പറഞ്ഞു, ഇനി കുറച്ചു നേരം നീ പറ എന്തെങ്കിലുമൊക്കെ. ഓ ഓ അവളെങ്ങാണ്ട് പറമ്പിലെങ്ങാണ്ട് പോയിരിക്കുക. നീ ഇവിടെ ഒക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ഓ ഈ തെണ്ടി ഇവൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? ഹലോ, ഓ അവളെങ്ങാണ്ട് പറമ്പിലെങ്ങാണ്ട് പോയിരിക്കുവാടി. ഇവൻ പിന്നെ എന്തിനാ? ഹലോ. ആ ഹലോ. എടാ മുത്തു, എത്ര നേരം കണ്ടി വിളിച്ചോണ്ടിരിക്കുക? നീ ആരെ വിളിച്ചോണ്ടിരിക്കുക? എടാ നിനക്ക് എന്നാ വേണ്ടേ? നിനക്കെന്താ വേണ്ടേന്നോ? നീ എന്തിനാ വിളിക്കുന്ന? ഞാനിപ്പോ ആരോട് വിളിക്കുന്നു, ആരെ വിളിക്കുന്നു എന്നൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ എനിക്ക്? പറയേണ്ട കാര്യമുണ്ട്. ഒരു പായലും ഒരു പാത്രത്തിലും ഉണ്ട് നമ്മൾ വളർന്നത്. ഇപ്പൊ നീ എന്റെ അടുത്ത് ഇങ്ങനായോ? എടാ എന്നോ ഒരു കാലത്ത് ഏതാണ്ടൊക്കെ ചെയ്തെന്നും പറഞ്ഞ് ജീവിതകാലം മൊത്തം ഞാൻ ഓർത്തോണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? നിനക്കിപ്പോ എന്താ വേണ്ട? നീ എന്തിനാ എന്നെ വിളിച്ചേ? ഓ അപ്പൊ അങ്ങനെ ആയില്ലയോ സുഹൃത്ത് ബന്ധം? കാര്യം പറ, എനിക്ക് വേറെ പരിപാടിയുണ്ട്. ശോഭനയില്ലേ? ശോഭനയ്ക്ക് അർജന്റായിട്ടേ CDPCയുടെ മറ്റേ സീറ്റിന്റെ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഒരു 50,000 രൂപ വേണം. 50,000 രൂപയോ? നീ എന്താ തമാശ കളിക്കുക? എന്റെ വാടക തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? ആ വാടക ഈ 50,000 രൂപ കൂടെ കൂട്ടിയാ നിനക്ക് തരാൻ പോകുന്നേ. നീ കൂട്ടിയും തരുന്നില്ല. നീ കുറെ കാലം കൊണ്ട് എനിക്ക് കൂട്ടുന്നു. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് കഴിഞ്ഞ ആഴ്ച തരാമെന്ന് പറഞ്ഞ വാടക എനിക്ക് ഇപ്പൊ കിട്ടിയിരിക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല, ശോഭനയ്ക്ക് ഒരു കോഴ്സിന് വേണ്ടിയാ. ആർക്ക് വേണ്ടിയിട്ടാണേലും? ശോഭന നിന്റെ ഭാര്യയല്ലേ? എന്റെ ഭാര്യ എങ്കിലും നിനക്കറിയാലോ. എന്റെ വീട് ഞാൻ നിനക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്ന ചുമ്മാ ഒന്നുമല്ല. എനിക്ക് വാടക കിട്ടിയിരിക്കണം. മുത്തു, നീ കടപ്പാട് മറക്കരുത് കേട്ടോ. പണ്ട് നീ ഉടുപ്പി ഹോസ്റ്റലില് കൊടകന്മാരുടെ ഇടി കൊണ്ടുവച്ച് കിടന്നപ്പോ ഒറ്റ മനുഷ്യയില്ലായിരുന്നു, ചോര ഛർദ്ദിച്ചപ്പോ. ശരി, നീ ഒരു കാര്യം ചെയ്യ്. എനിക്ക് എൻ്റെ പൈസ ഒന്നുമില്ല, നീ വെച്ചേ. എനിക്ക് കൂടുതലൊന്നും നിന്നോട് പറയാൻ താല്പര്യമില്ല. എൻ്റെ പൈസ ഒന്നുമില്ല, വെക്ക്. ഒന്നാ എന്റെ പെൺപിള്ളേർക്ക് ഞാൻ പറയട്ടോ നിന്റെ എല്ലാ കളകളും. എടാ എന്താ വാടാ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഇത് നടക്കും? ശരി, നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ ശരിയാക്കാം. ഞാൻ ആലോചിക്കട്ടെ. അപ്പൊ എന്നല്ലേ എന്തേലും ഒന്ന് ചെയ്യും. ശരി, നോക്കട്ടെ. ഇവനാരെ വിളിച്ചോണ്ടിരിക്കുന്നു? കാശ് എങ്ങനെയും കിട്ടും. നീ ഇവിടെ ഇരിക്കുകയാണോ? എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ പൊന്നു ഭാര്യേ, സ്വർണമാല ഇട്ടൊരുങ്ങും എന്റെ പൊന്നു. അല്ല നിന്റെ മാല എന്തിയേ? അത് ഞാൻ ഉപയോഗിച്ചു. ഇടി സൂക്ഷിച്ചൊക്കെയാണോ വെച്ചിരിക്കുന്നത്? അല്ല സൂക്ഷിച്ചു വെച്ചു. അതിനിപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടേ? സ്വർണത്തിനൊക്കെ എന്നാ വിലയാ. പക്ഷെ നിന്നെ സ്വർണമാല ഇട്ട് കാണുമ്പോൾ ഒരു ഐശ്വര്യം ഉള്ളടി. അപ്പൊ എനിക്ക് അല്ലാണ്ട് ഐശ്വര്യമില്ല? ഐശ്വര്യം ഉണ്ട്, പക്ഷെ സ്വർണ്ണമാല ഇട്ട് കാണുമ്പോൾ ഈ സൂര്യനൊക്കെ ഉദിച്ച് വരുമ്പോൾ രാവിലെ നമുക്ക് തോന്നത്തില്ല ഒരു നല്ലൊരു സ്വർണ്ണ കളറിലൊക്കെ. അതുപോലെ ആ മാലയൊക്കെ ഇട്ട് വരുമ്പോൾ അതിനെ കാണുമ്പോൾ ഈ ഉത്സവത്തിനൊക്കെ ഒരുങ്ങി വരുന്ന ആനയൊക്കെ കാണുമ്പോൾ ഒരു ഐശ്വര്യമില്ലേ, ആ ഒരു രീതിയിൽ. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്രയും ദിവസം ഞാൻ മാല ഇട്ട് വന്നത്, അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ ഐശ്വര്യത്തിന്റെയും സൂര്യൻ ഉദിച്ചേരേണ്ട കാര്യമൊന്നും പറയാനില്ലല്ലോ. അതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു അവസരം കിട്ടണ്ടേ എല്ലാം പറയാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്താ വേണ്ട ശരിക്കും? അല്ല എനിക്ക് മാല ഒന്ന്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആര്? സുബുവാ? സുഡോക്കിയ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ടല്ലോ, മറ്റേ കെന്യ നാട്ടിലുള്ള. അവിടെ അവൻ്റെ വിസയ്ക്ക് ഏതാണ്ട് പൈസ വേണമെന്നും പറഞ്ഞ് അവനും അവൻ്റെ ഭാര്യയും പെട്ട് കിടക്കുക. അപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു 50,000 അയച്ചു കൊടുക്കണം. അവനെ പണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് കുറേ സഹായിച്ചിട്ടുള്ള അന്നേ ആഹാരമൊക്കെ മേടിച്ച് തരുമായിരുന്നു. അല്ല ഈ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അവൻ ഇപ്പോഴാണ് വിളിച്ച. കുറേ കാലമായിട്ട് അവൻ ഇതായിരുന്നു, കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞിടയ്ക്കൊക്കെ വിളിച്ച അവൻ. സത്യം പറ, എന്തിനാ നിങ്ങൾക്ക് എൻ്റെ മാല? സത്യമായിട്ട് എനിക്ക് വേണോടി, പണയം വെക്കാനാ. അവൻ എങ്ങാണ്ട് വിസയുടെ ഒരു പ്രശ്നത്തിൽ പെട്ട് കിടക്കുക. അവന് 2 ദിവസം കഴിയുമ്പോൾ പൈസ കിട്ടും. അപ്പം നമുക്ക് തിരിച്ചു തരും. നമുക്കത് അപ്പം മൂട്ടിയാൽ പോരെ എടുത്ത്. എന്താ എൻ്റെ പേരുന്ന? സുഡോക്കു. എന്താ പറഞ്ഞ? സുഡോക്കിയ. അതെ, ആ കൂട്ടുകാരന് നിങ്ങളുടെ കൂട്ടുകാരന് മാല തന്നെ കൊടുത്താൽ മതി കേട്ടാ. എൻ്റെ മാല ഞാൻ തരില്ല. എടി മാലയല്ല, അവന് പൈസയാ കൊടുക്കണ്ടേ. ഇപ്പം നമ്മുടെ ഇവരെ പൈസ ഇല്ലല്ലോ. നീ ആ മാല തരുവാണെ 2 ദിവസത്തിൽ ഞാൻ പണയം വെച്ച് നിനക്കത് മൂട്ടിത്തരാം. തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. മാല തരാൻ പറ്റില്ല, പൈസ തരാൻ പറ്റില്ല. നീ അല്ലേടി എന്നെ ഇതുപോലത്തെ സമയത്ത് സഹായിക്കണ്ടേ? നീ ഇങ്ങനെ പെരുമാറുന്നത് ശരിയാണ്? നിങ്ങളെ പാട്ട് കൊണ്ട് വന്നപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ തരാൻ പറ്റില്ല. എടി പോലെ പോയി. ഇത് എവിടെ വെച്ചിരിക്കുന്നത്? ഒന്നും അറിയില്ലോ. ഇതെല്ലാം തുറന്ന് വെച്ച് പൈസ കളയാൻ ഇവിടെ കളഞ്ഞിട്ടേ ഉള്ള ആള്
ഉള്ളത് വേണ്ടത് വേണ്ടാത്തത് എല്ലാം ഉണ്ട് ഇവിടെ. മാല പഴിച്ച് എല്ലാം ഉണ്ട്. ഒന്നും അല്ലല്ലോ. എടി കള്ളി, സാധനം ഞാൻ പൊക്കിയടി. സൂക്ഷിച്ചോണം. വേറെ നിവൃത്തിയില്ലാതെ ഞാൻ കയ്യിലും കാലിലും ഒക്കെ വീണ് മേടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. ഇതുപോലെ ഞാൻ പല സാധനങ്ങളും നിനക്ക് അവിടെ ഇവിടെ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് തന്നിട്ടുണ്ട്. ഒരു സാധനവും നീ എനിക്ക് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതിൻ്റെ പലിശകൾ പോലും തന്നിട്ടില്ല. മനസ്സിലായ ഞാൻ പറഞ്ഞ എന്താന്ന്? എനിക്ക് എൻ്റെ സാധനം നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. എനിക്കിത് കിട്ടിയേ മതിയാകത്തുള്ളൂ. ഞാൻ രക്ഷപ്പെടുമ്പോ എല്ലാം നിനക്ക്, എനിക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ നിനക്കറിയാമല്ലോ. നീ രക്ഷപ്പെടുമെന്നുള്ള എൻ്റെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ എനിക്ക് പോയി തുടങ്ങി. നീ ഈ ജന്മത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല. നിന്റെ ഒരു ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ട് നിന്റെ ഒരു ജീവിതം കാണുമ്പോൾ തന്നെ എനിക്കത് ഏകദേശം മനസ്സിലായി. പിന്നെ വേറെ ശോഭനയുടെ കേസ് കിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് അവിടെ കയ്യും കാലും പിടിച്ച് ഒപ്പിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് വേണം. മനസ്സിലായി ഞാൻ പറഞ്ഞ അർത്ഥം? എനിക്കിത് വേണം, തന്നേ മതിയാകത്തുള്ളൂ. എടാ നീ എൻ്റെ അടുത്ത് കണക്ക് പറയരുത് കേട്ടോ. നിനക്ക് മലമ്പനി പിടിച്ച് കിടന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മയുടെ കെട്ടുതാലി വിറ്റേച്ചായിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നു. എടാ അതൊക്കെ പഴയ കഥ. എനിക്കൊന്നും അത് കേൾക്കാൻ പോലും ഞാൻ റെഡിയല്ല. എനിക്ക് ഈ സാധനം കിട്ടിയിരിക്കണം. എനിക്ക് അത്രയും നിന്നോട് പറയണം. ഇത് നിനക്ക് തിരിച്ച് കിട്ടിയിരിക്കും, ഉറപ്പാ. എൻ്റെ വാക്കാം. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അറിയിക്കും ഏത് വർഷവും നിനക്ക് എടുത്തു തരാൻ പറ്റുമെന്നുള്ളത്. അറിയിച്ചാലൊന്നും പറയാം. എനിക്ക് എൻ്റെ സാധനം കിട്ടിയിരിക്കണം. ഇല്ലേ ഞാൻ ശോഭനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാം. കേട്ടല്ലോ? അതിനെക്കാളും വലിയ സത്യങ്ങൾ എൻ്റെ ഉണ്ട്. ഇപ്പൊ നീ പറഞ്ഞു, നമുക്ക് പരസ്പരം പറയാം. എന്താണെങ്കിലും എനിക്ക് എൻ്റെ സാധനം കിട്ടണം. അത്രേ ഉള്ളൂ. മുക്കോട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഹലോ, എവിടെടാ? കിട്ടിയോ? കിട്ടിയോ? വാ വേഗം, വേഗം വാ, വേഗം വാ. പെണ്ണുമ്പോൾ എൻ്റെ പുറകെ നിന്ന് വിടുന്നില്ല. ഓടി വാ. ഓ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. സർട്ടിഫിക്കറ്റ് കിട്ടില്ല. ഞാൻ വന്നെന്നറിയോ? സോഫ്റ്റ് കോപ്പി ഉണ്ടോ കയ്യില്? സോഫ്റ്റ് കോപ്പി എടുക്കാൻ പോയല്ലേ? വേഗം കിട്ടുമോ? താങ്കളുടെ ഫ്രണ്ട് ആയിരിക്കൂലേ പോയേക്കണേ. ഒന്ന് വേഗം തരാൻ പറയൂ. അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ളതാ. കിട്ടും എത്രയും പെട്ടെന്ന്. 14 മിനിറ്റ് മുളന്തുരത്തിൽ നിന്ന് വരുന്നുണ്ട്. അടുത്ത ആഴ്ച കൊടുക്കാനുള്ള കേട്ടോ. വേഗം എടുത്തോണ്ട് വാ. എത്തും. ഒരു സർട്ടിഫിക്കറ്റിന്റെ സോഫ്റ്റ് കോപ്പി ഒരു ഇല്ലാത്തൊരു മനുഷ്യൻ. കോപ്പി കൊണ്ട് കിടക്കുന്ന ആ കോപ്പൻ എവിടാന്ന് എന്ത്? എന്ത് കിട്ടിയോ? ആ കിട്ടി. എല്ലാം നോക്കി ഡയറക്ഷൻ. പിന്നെ എന്തൊക്കെയായിരുന്നു പറഞ്ഞു? എല്ലാം ഓക്കെ അല്ലേ? എടാ നാളെ ആക്ഷൻ ഒരു കാര്യം ഏറ്റു കഴിഞ്ഞാൽ അറിയേറ്റതാ. പൂനെ യൂണിവേഴ്സിറ്റി എന്നല്ലേ പറഞ്ഞത്? പൂഞ്ഞാർ യൂണിവേഴ്സിറ്റി എന്നത് അടുത്ത് അവിടെ വേറൊരു കാര്യം ഉണ്ടാ. ഇതിൻ്റെ അകത്തൊന്നും വലിയ കഥയില്ല. ഇതൊക്കെ ആരും നോട്ട് ചെയ്യാനടേ? എടാ ഇത് തന്നെ ഒരു വിധത്തിലാണ് ഞാൻ സംഘടിപ്പിച്ചത്. എനിക്ക് ഇതുകൊണ്ട് നീ അങ്ങ് തൃപ്തിപ്പെടാളിയാ. വിദ്യാഭ്യാസം ഇല്ലാത്ത നിന്നെ പറഞ്ഞു വിട്ട എന്നെ വേണം ചെയ്യാൻ. ഇതൊന്നും നടക്കത്തില്ലടാ. ഇത് പിന്നെ തിരുവാണിയൂർന്ന് എഴുതി വെക്കാൻ വയ്യായിരുന്നു അതിനകത്ത്. നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇതിനകത്തൊന്നും യൂണിവേഴ്സിറ്റി ഇല്ലടേ. എടാ അത് അവർ അച്ചടിച്ചപ്പോഴത്തേക്ക് മാറിപ്പോയെന്ന് പറയടേ. അങ്ങനെ പറയാൻ പറ്റില്ലേ? നമുക്കങ്ങനെ നോക്കാം. ഒരെണ്ണം ഉണ്ടല്ലോ, തിയേറ്ററിൽ കിടന്ന് മറ്റേ ഡാൻസ് കളിക്കുന്ന പോലെ അല്ല. നോർത്ത് പാലത്തിന്റെ അടി വീണ്ടും ഷെഡ് വിരിച്ച് കിടക്കേണ്ടി വരും മഴക്കാലത്ത്. നീ ഇത് വെച്ച് നോക്കളേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലേ ഇത്രയൊക്കെ തന്നെ നമ്മൾ പാടുപെട്ട് ഒപ്പിച്ചു. നീ ഒന്നും ഒരു വില തരാത്ത പോലെ. അവൾ ഡിഗ്രി വരെ പഠിച്ചതാ. അതിനിപ്പോ എന്നാ? അവൾക്ക് വായിക്കാനൊക്കെ അറിയാം. അവളെ കാണിക്കണ്ട. നീ നേരെ ജോലിക്കാർക്ക് കൊടുക്ക്. ജോലിക്കാർ അവളെ അടുത്തോട് കൊടുക്കടാ. നിനക്ക് ബുദ്ധിയുണ്ടോ വിവരമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാക്കട്ടെ ഒരു കാര്യം. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നീ കണ്ടു ഇല്ലേ? കണ്ടു. അവിടെ ഒരു ഗ്രാമം ഉണ്ടെന്ന് വെച്ചോ. ഉണ്ട്. അപ്പൊ എല്ലാ മൂലയ്ക്കും യൂണിവേഴ്സിറ്റി ഉണ്ടോ? കേരളത്തിൽ ഒരിടത്തല്ല ഉള്ളോ? എന്റെ സുബു, എന്തോ സോഫ്റ്റ് കോപ്പി എവിടെയാ? സോഫ്റ്റ് കോപ്പി എന്തിയടാ? എന്തി എന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ? ഇവനോടാണോ ചോദിക്കണേ? എടി മോളെ, എന്റെ ഹാർഡ് കോപ്പി അല്ല ഉള്ളായിരുന്നോ? അത് മറ്റേ വെള്ളം വീണ് സോഫ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി സോഫ്റ്റ് കോപ്പിയുടെ ഇന്ത്യ കൊടുത്തായിരുന്നു. അവരെ അയച്ചോണ്ടിരിക്കുക താത്താനും പറഞ്ഞ്. അല്ല, അവരുടെ കമ്പനിയെ കുറിച്ച് ഞാൻ അങ്ങ് തിരക്കി. നീ അത് ഫുള്ള് നോക്കിയായിരുന്നു വെബ്സൈറ്റിനകത്ത്? ഒന്നും നോക്കിയില്ല നീ? നിനക്കറിയാം എടി, ഒരു ക്രെഡിബിലിറ്റി വേണ്ടേ? നമ്മളൊരു ജോലിക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആണോന്ന് ചെക്ക് ചെയ്യണം. അവന്മാർ എത്ര രൂപ സാലറി ചെയ്തേ? എന്താ ഒന്നൊക്കെ പറഞ്ഞ ചെറിയ എമൗണ്ട് ആണോ? 1 രൂപയ്ക്ക് ഇപ്പൊ ഒരു തേമുട്ടായി പോലും കിട്ടത്തില്ല. തേമുട്ടായി
പണിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാ പോരെ. അങ്ങനല്ല, എനിക്ക് വേറെ കൗണ്ടർ ഓഫർ വന്നു. പിന്നെ കൗണ്ടർ ഓഫർ വന്ന് ചോദിച്ചു നോക്ക്. അത് ശരിയാ, അവൻ പറഞ്ഞായിരുന്നു അതിന്റെ ആകെ 1.5 മാസം ജോലി ചെയ്താൽ മതി, എന്നിട്ട് പുറത്താ ജോലി. മാത്രമല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം കൂടെ കിട്ടും. അതെ അതെ, ഫ്ലൈറ്റ് ടിക്കറ്റും ചാർജ് എല്ലാം എടുത്ത് അവർ തരും. 20 ദിവസത്തേക്ക് നാട്ടിൽ വന്നിരിക്കാം, എന്നിട്ട് തിരിച്ചു പോകും. മറ്റേത് അന്വേഷിച്ച് അത് പട്ടിപ്പണിയാ. എന്നെ കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എപ്പോ വേണേലും വരാമല്ലോ. അപ്പൊ നമ്മുടെ ജീവിതം രാജയോഗം. അയ്യോ, ഞാൻ പോയിട്ടെ എന്തെങ്കിലൊക്കെ നേരട്ടെ, ഒരു ശയന പ്രദക്ഷിണായാലോ. ഇത്ര ഉള്ളല്ലോടാ ഇതൊക്കെ അല്ലേ? നാളെ തൊട്ട് ചോദിക്കും എപ്പോഴാ ഓഫർ ലെറ്റർ കിട്ടുന്നെന്ന്. അപ്പൊ ഇതുപോലെ വേറെ എന്തെങ്കിലും പറയണം. നിനക്ക് ഭാവിയുണ്ട് കേട്ടോ.